another video. ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ട്രാൻസിൻ്റെ മൈലേജ് ഒന്ന് ടെസ്റ്റ് ചെയ്യാനാണ് കേട്ടോ. മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ വണ്ടിയിൽ പെട്രോളില്ല, 2 കട്ടേ ഉള്ളൂ. ഓൾറെഡി ഫുൾ ടാങ്കിൽ നിന്ന് ഒരു 250 കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പം ഇനി 258 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വണ്ടി ഒന്ന് ഫുൾ ടാങ്ക് അടിക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു നായരുടെ ഒരു പമ്പുണ്ട്. അപ്പം ഇതിലാണ് ഞാൻ ഇത് അടിക്കാറുള്ളത്. അപ്പം അടിച്ചിട്ട് വരാം. അടിച്ചിട്ട് ഫുൾ ടാങ്ക് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് റീസെൻ്റ്ലി ഒരു ട്രിപ്പ് പോകുന്നുണ്ട് ഞാൻ. അപ്പോൾ അത് അടുത്ത ദിവസമാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് പെട്രോൾ അടിച്ചിട്ടാന്ന് വിചാരിച്ചു. കാരണം രാവിലെ പോയി പമ്പിൽ പോയിട്ടുണ്ടല്ലോ, പിന്നെ അത്ര എളുപ്പമായി. അപ്പോൾ എന്തായാലും പെട്രോൾ അടിച്ച് നമ്മൾ ഫുള്ള് വണ്ടിയുടെ മൈലേജ് ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കിപ്പോൾ വണ്ടി ഇപ്പോൾ ഏകദേശം 4000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ടല്ലോ. 4353 കിലോമീറ്റർ. അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട് വണ്ടിക്ക്. വണ്ടി എടുത്ത സമയത്ത് മൈലേജ് തീരെ കുറവായിരുന്നു. അത് പിന്നെ വണ്ടിയുടെ ഈ റണ്ണിങ്ങിനും പീരീഡിലൊക്കെ അത്യാവശ്യം ഈ വണ്ടി ഒന്ന് ബ്രേക്കിന് ആവണമല്ലോ എൻജിൻ. ആ എൻജിൻ ബ്രേക്കിനാവുന്ന സമയത്ത് ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഫ്രിക്ഷണൽ ലോസ് ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്രിക്ഷണൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി എൻജിൻ കൂടുതൽ വർക്ക് ചെയ്യും. അപ്പോൾ കൂടുതൽ പെട്രോൾ ആവശ്യം സ്വാഭാവികം. അപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ ഒരു 1000 കിലോമീറ്റേഴ്സിൽ എനിക്ക് കാര്യമായിട്ടുള്ള മൈലേജ് കിട്ടുന്നില്ലായിരുന്നു. ഒരു ഇനീഷ്യൽ 1000 കിലോമീറ്റേഴ്സിൽ എനിക്ക് കിട്ടിക്കൊണ്ടുള്ള മൈലേജ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 24-25 ആണ്. പക്ഷേ ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. അതായത് എനിക്കിപ്പോൾ ഒരു 28 മൈലേജ് കിട്ടുന്നുണ്ട്. ഹൈവേ ഇപ്പോൾ നല്ല ഒരു ഡീസൻറ്റ് സ്പീഡിലൊക്കെ ക്രൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 90, 100, 110 അതിലൊക്കെ ക്രൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 30 വരെയും കിട്ടിയിട്ടുണ്ട്. 30 വരെയും മൈലേജ് കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് ഞാനത് ഒന്നുകൂടെ റീകൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നത്. നല്ല മഴ ഇവിടെ എവിടെയെങ്കിലും നിർത്തണോ? വേണ്ട, മഴയാണ്. ഇതിപ്പം തോരാൻ പോകുന്നില്ല, മഴക്കാലവുമാണ്. അപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു കൊടൈക്കനാൽ ട്രിപ്പ് പോയായിരുന്നു. കൊടൈക്കനാൽ ട്രിപ്പ് നമ്മൾ ട്രിവാൻഡ്രത്ത്, ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തുള്ള വട്ടപ്പാറ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്, നെടുമങ്ങാട് വട്ടപ്പാറ. അപ്പോൾ ഇവിടുന്ന് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് എൻ്റെ നാടായ കൊച്ചിയിലേക്ക് പോയി. കൊച്ചിയിൽ നിന്ന് പിന്നെ വാൽപ്പാറയിൽ പോയി, അതിരപ്പള്ളി വഴി വാൽപ്പാറയിൽ പോയി. വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിൽ നിന്ന് പഴനിയിൽ നിന്ന് കൊടൈക്കനാൽ, ഇത്രയും പോയി. കൊടൈക്കനാലിൽ നിന്ന് തിരിച്ച് നമ്മൾ തേനി, ബോഡിമേട്, മൂന്നാറിൽ നിന്ന് വെള്ളത്തൂവൽ, അതുവഴി അടിമാലി, അതുവഴി തിരിച്ച് കൊച്ചി വന്ന് കൊച്ചിയിൽ നിന്ന് തിരിച്ച് ഇവിടെ എത്തി. ഇവിടെ ഏകദേശം ഒരു 1300 കിലോമീറ്ററോളം പോയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്നാണ് എത്തിയിട്ടുള്ളതാണ്. ഒരു 1300 കിലോമീറ്റർ നമ്മൾ ഓടിയായിരുന്നു മൊത്തം. പക്ഷെ എനിക്കപ്പോൾ അന്ന് എനിക്ക് ഓവറോൾ വേരിയിങ് ആയിരുന്നു മൈലേജ്. കാരണം വേറൊന്നുമല്ല, ഈ അതിരപ്പള്ളി വാൽപ്പാറ റൂട്ടൊക്കെ മൊത്തം ഹിൽ സെക്ഷനാണല്ലോ. ഈ ഹിൽ സെക്ഷനിൽ എനിക്ക് കിട്ടിയ മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 26 കിലോമീറ്ററാണ് പെർ ലിറ്റർ. പക്ഷെ അത് ഈ തേനിയിൽ നിന്ന് ബോഡിമേടേക്കൊക്കെ വരുന്ന ഒരു റൂട്ടുണ്ട്. കൊടൈക്കനാൽ ഹില്ല് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ പെട്രോൾ അടിച്ചിട്ട് പിന്നെ ബോഡിമേട് ഹില്ല് കയറുന്നതിന് മുമ്പ് ഞാൻ അടിച്ചു. അത്രയും ദൂരം ഓടിയതിൽ എനിക്ക് 30+ മൈലേജ് കിട്ടിയത്. അത് നല്ല റൂട്ടായത് കൊണ്ടാണ്. നല്ല റൂട്ടായിരുന്നു ഈ കൊടൈക്കനാലിൽ നിന്ന് തേനിയിലേക്കുള്ള റൂട്ട്. അത് പ്ലെയിൻ ലാൻഡ്സിലെ റൂട്ടാണ് ഉദ്ദേശിച്ചത്. റൂട്ട് നല്ല തന്നെയാണ്. കൊടൈക്കനാലിൽ നിന്നുള്ള റൂട്ട് നല്ലതാണ്. അപ്പോൾ ഈ തേനിയിൽ മൊത്തം പ്ലെയിൻസും നല്ല റോഡുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 60 ഗിയറിനൊരു 120, 130 അത് ഈ വണ്ടിയിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് പിടിക്കാം.
വണ്ടിക്ക് ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ ഓടിക്കാൻ പറ്റിയ വണ്ടിയാണിത്. ഒരു യാതൊരുവിധ പ്രോബ്ലം ഇല്ലാണ്ട് നമുക്ക് ഈസി പീസ് ഓഫ് കേക്കാണ് ഈ വണ്ടിക്ക് യൂസിങ്ങൊക്കെ. എനിക്കിപ്പോൾ ഞാനിപ്പോൾ കൊടൈക്കനാൽ ഓടിച്ചപ്പോഴും ഹിൽ സെക്ഷൻ മൊത്തം ഓടിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പിക്കപ്പ് ആണെങ്കിലും ലോവറിൻ്റെ ടോപ്പാണെങ്കിലും നല്ല രസമാണിത്. ഈ ഞാനിപ്പോൾ അങ്ങനെ ഈ കിടത്തിയൊക്കെ ഓടുന്ന പ്രായം കഴിഞ്ഞ് പോയി. വീട്ടിൽ റൈഡിങ്ങൊന്നും ചെയ്യാറില്ല. ഇപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലോ, നമ്മൾ കുറച്ചുകൂടെ സേഫായിട്ട് നല്ല ഡീസൻ്റായിട്ട് വണ്ടി ചെയ്യും. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വണ്ടിയിൽ എന്ന് വെച്ചാൽ ഹില്ല് ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ്, ഏറ്റവും ബെസ്റ്റ് വണ്ടി. കാരണം അത്രയും ലോവറിൻ്റെ ടോർക്കാണ് നമുക്ക്. പിന്നെ റെസ്പോൺസ് ഒരു രക്ഷയില്ല. അതായത് ഇപ്പം ഞാനൊന്ന് കാണിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ എല്ലാവരും ഓക്കെ. റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റാണ്, കൈ കൊടുക്കുക വണ്ടി അപ്പം കയറും. അത്രയും ടോട്ടൽ റെസ്പോൺസുള്ള വേറൊരു വണ്ടി ഈ റീസെൻ്റ്ലി ഞാൻ ഓടിച്ചിട്ടില്ല. ഞാൻ ഹിമാലയൻ ഈ വണ്ടി എടുക്കുന്നതിന് വേണ്ടി ഹിമാലയൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു. ഹിമാലയനും ഒരു ലാഗുണ്ട്, ഒരു സെക്കൻഡ് ലാഗ് എടുത്തിട്ടാണ് ഹിമാലയൻ കയറുക. പക്ഷേ ട്രയംഫ് ഒരു രക്ഷയില്ല. ഇതുപോലെ ടോട്ടൽ റെസ്പോൺസുള്ള വേറൊരു വണ്ടി 390 ഡ്യൂക്കാണ്. രണ്ടിലും റൈഡ് ബൈ വെയറാണ്, രണ്ടിലല്ല ഈ 3 വണ്ടിയിലും റൈഡ് ബൈ വെയറാണ്. പക്ഷേ ഏറ്റവും പെപ്പി ആയിട്ടുള്ള റൈഡ് ബൈ വെയർ 390 ഡ്യൂക്കിൻ്റെ ആണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിരുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും അത് എഗ്രി ചെയ്യുമെന്ന് തോന്നുന്നു. കാരണം അത്രയും പെപ്പി ആയിട്ടുള്ള റോഡൊന്ന് പയ്യെ കൊടുത്താൽ മതി, അത്ര റെസ്പോൺസ്. തകർത്താ കയറുന്ന വണ്ടി. ഞാനിപ്പോൾ ബീക്ക് കയറ്റിയിട്ടുണ്ട്, ഷോർട്ട് മഡ്ഗാർഡ് വിത്ത് ബീക്ക്. ഏറ്റവും പേടിയുള്ള വണ്ടികളിലൊന്നാണ് KSRTC. പിന്നെ വലിയ ടോപ്പ് ഇവന്മാർ രണ്ടുപേരുടെ ഞാൻ കളിക്കാൻ നിൽക്കത്തില്ല. ഇവന്മാർ വരുവാണ് ഒതുക്കി കണ്ടം വഴി വരും. ഇവരുടെ അടുത്ത് കളിച്ചിട്ട് കാര്യമില്ല, നമ്മളെ ഒതുക്കി വന്നായിരുന്നു. അപ്പോൾ പറഞ്ഞത് ഇത് നൈസാണ് ഈ വണ്ടി, ഇൻസ്റ്റൻ്റ് റെസ്പോൺസാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒന്ന് വിശദമായിട്ടുള്ളൊരു ഡീസൻ്റായിട്ടുള്ളൊരു മൈലേജ് ടെസ്റ്റിലൂടെ നമുക്ക് ചെയ്തിട്ട് നോക്കാം. അതിനിപ്പോൾ ഞാൻ നേരെന്ന് അടിക്കാൻ ഇച്ചിരി ദൂരമുണ്ട്, എന്നാലും ഞാൻ സാധാരണ അവിടെ നിന്ന് അടിക്കുന്നു. അത്യാവശ്യം നല്ല പെട്രോളും നല്ല മൈലേജും കിട്ടാറുണ്ട്. പിന്നെ ഈ പെട്രോൾ പമ്പ്സ് എല്ലാം പുതിയതാണ്, അപ്പോൾ അതിന് കുറച്ചുകൂടെ അഡൾട്ടറേഷൻസ് ഒക്കെ കുറവാകാനാണ് സാധ്യത. നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പെട്രോൾ പമ്പ് കാണാം. നമ്മുടെ പമ്പായിട്ടുണ്ട് നേരെ സൈഡാക്കുക.
എനിക്ക് ഫുൾ ടാങ്ക്. എന്തോ കാണാത്ത എന്താന്ന്? കാണാൻ പറ്റൂല, ചെറിയ ടാങ്ക് മാത്രമല്ല ഇത് പൊക്കമുണ്ട്. പെട്ടെന്ന് മേളിലേക്കാവും, പക്ഷെ പിന്നെയും കുറച്ചുകൂടെ കൊള്ളും. ഇല്ല അടിച്ചോ, കുഴപ്പമില്ല, അടിച്ചു വെച്ചു, കുഴപ്പമില്ല, ഞാൻ പറയാം. അടിച്ചോടി. കുറച്ചുകൂടെ. മതിയാവും. 8.56. കാടില്ലേ? അപ്പോൾ 269 കിലോമീറ്റർ ഓടാൻ 8.56 ലിറ്റർ പെട്രോൾ. നമുക്ക് ട്രിപ്പ് 1 ഒന്ന് റീസെറ്റ് ചെയ്യാം. 1728.9. ഓക്കെ, ലെറ്റ്സ് ഗോ. പമ്പ് ഇവിടെ ഞാൻ അടിക്കാനിട്ടാണ്. ഇതിൻ്റെ പമ്പ് ഇതിന് മുമ്പ് എനിക്ക് പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തിനാണ് ബന്ധം. ഈ വണ്ടിയിൽ ഞാൻ മെയിനായിട്ടും HP പമ്പിൽ നിന്നും നായര, പിന്നെ BP ഭാരത് പെട്രോളിയം, ടോട്ടലിൻ്റെ BP അല്ല, BP അല്ല, ഭാരത് പെട്രോളിയം. BP നിന്നും HP നിന്നും നയരയിൽ നിന്നുമാണ് ഞാൻ അടിക്കാറുള്ളത്. ഇതിൽ ഈ 3 എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് നയരയാണ് കേട്ടോ. പിന്നെ കുറച്ച് സ്വല്പം മൈലേജ് കൂടുതലും കിട്ടുന്നുണ്ട് നയരയിൽ നിന്ന് അടിക്കുമ്പോൾ. ഓവറോൾ വൈബ്രേഷൻസ് കുറയുന്നതായിട്ടാണ് എനിക്ക് തോന്നാറുണ്ട്. ട്രയൻസിൽ വന്നപ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു വ്യത്യാസം പെട്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. ഒരു സൈഡേഴ്സൊക്കെ റോഡിലേക്ക് വട്ടം കയറി വരുന്നു. ട്രയൻസിൻ്റെ എൻജിന് ഓൾമോസ്റ്റ് നല്ല സ്മൂത്താണ്. അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും തോന്നിയിട്ടില്ല. ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ നെറ്റിങ് എന്ന് പറയുന്നത് എനിക്ക് തോന്നാറ് ഒരു 6500 ആ ഒരു ആവശ്യത്തിൽ എത്തുമ്പോൾ ഇടയ്ക്ക് പുസ്തകിൽ ഒരു ഇത് വന്നിട്ടുണ്ട്. അല്ലാതെ ആ ഒരു ഇതിൽ മാത്രം. പക്ഷെ ഹയർ ഗിയേഴ്സിലേക്ക് പോകുമ്പോൾ കുഴപ്പമില്ലല്ലോ. കേട്ടോ ഓവർടേക്കിങ് ഉണ്ടോ? ജസ്റ്റ് ഒരു ചെറിയ റോട്ടിൽ കൊടുത്താൽ മതി. ചെറിയ റോട്ടിൽ റെസ്പോൺസിൽ തന്നെ ഈ സാധനം ഏത് കേസാണെങ്കിലും നമ്മളെ വലിച്ചുകൊണ്ട് പോകും. ഗിയറൊന്നും ഡൗൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പോകുന്ന ഗിയർ കറക്റ്റാണ്. അല്ലെങ്കിൽ ഒരു ഗിയർ ഹൈ ആണെങ്കിൽ പോലും കുഴപ്പമില്ല, നമ്മളെ വലിച്ചോണ്ട് വണ്ടി പോകും. പിന്നെ ഞാനങ്ങനെ ഹയർ ഗിയറിലിട്ട് ഓടിക്കാറില്ല. അതുപോലെ കാര്യം നമ്മളെപ്പോഴും ഡീസൻ്റായിട്ട് വണ്ടി ഓടിക്കണം. ഓഫ് റോഡ് ടീമാണ് നമ്മളെപ്പോഴും. കറക്റ്റ് ഗിയറിൽ വണ്ടി ഓടിക്കുന്ന ആളാണ്. വണ്ടികളുടെ നോക്കി ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ വണ്ടിയല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഒരു ലോങ് റൈഡ് കഴിഞ്ഞ് വന്നിട്ട് സ്ഥിരമായിട്ട് ഇരുന്നതായിരുന്നു. അപ്പോൾ
റണ്ണ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്.